നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമൊക്കെ നടക്കുന്നത്. ഇങ്ങ് നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ നെഞ്ചത്ത് കയറി കൊലവിളി മുഴക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അങ്ങ് പശ്ചിമ ബംഗാളിൽ പ്രായം ചെന്ന കോളേജ് പ്രൊഫസറായ ടീച്ചറിനെ തന്റെ വിദ്യാർത്ഥി ക്ലാസ് റൂമിൽ വെച്ച് വിവാഹം ചെയ്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. സംഗതി എന്തായാലും കൊള്ളാം. ടീച്ചർക്ക് ടീച്ചറുമായി, കെട്ടിയോക്ക് കെട്ടിയോളുമായി കലികാലമല്ലാതെ എന്തു പറയാൻ. ആ വിവാഹം കഴിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം ഞങ്ങൾ പുറത്തുവിടുകയാണ്. ഒറ്റ നോട്ടത്തിൽ വിദ്യാർത്ഥിക്ക് പ്രായപൂർത്തിയായെന്ന് തോന്നിക്കുന്നില്ല. മാത്രമല്ല, വിവാഹപ്രായം പുരുഷന്മാർക്ക് 21 വയസ്സ് എന്നതും ഈ കുട്ടിക്ക് തികഞ്ഞിട്ടില്ല എന്നതോർക്കണം. ബാനർജി എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചറാകട്ടെ കല്യാണ വേഷത്തിലാണ്. പ്രൊഫസർ കൂടിയായ സ്ത്രീ വിവാഹ ചിത്രങ്ങളിലേറെ സന്തോഷവതിയായി കാണുമ്പോൾ, വിദ്യാർത്ഥിയായ പയ്യനാട്ടെ നാണം കുണുങ്ങി മുഖമൊക്കെ താഴ്ത്തി നിൽക്കുകയാണ്. വിദ്യാർത്ഥി ടീച്ചറുടെ മുടിയിൽ സിന്ദൂരം ഇടുന്നതും റോസാപ്പൂ വാഗ്ദാനം ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണാം. പരസ്പരം ജീവിത പങ്കാളിയെ സ്വീകരിച്ചുകൊണ്ട് പ്രൊഫസറും വിദ്യാർത്ഥിയും ഒപ്പിട്ട ഒരു യൂണിവേഴ്സിറ്റി ലെറ്റർ ഹെഡും വൈറലായിട്ടുണ്ട്. ഓരോ വശത്തു നിന്നും 3 സാക്ഷികളുടെ ഒപ്പും ഇതിലുണ്ട്. ക്ലാസ് മുറിക്കുള്ളിൽ വിവാഹം കഴിക്കുന്നതായി കാണിക്കുന്ന നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇത് ഹൽദി പോലുള്ള വിവാഹ ചടങ്ങുകളും മാല കൈമാറലും സർവകലാശാല അധികൃതരെ ജാഗ്രതയിലാക്കിയിരിക്കുന്നു. കൊൽക്കത്തയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള നാദിയയിലെ ഹരിങ്കട്ട ടെക്നോളജി കോളേജിലെ സൈക്കോളജി വിഭാഗത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയുടെ കീഴിലാണ് ഈ കോളേജും പ്രവർത്തിക്കുന്നത്. പായൽ ബാനർജി എന്ന് പേരിട്ടിരിക്കുന്ന പ്രൊഫസർ വിവാഹ വസ്ത്രവും മാലയും ഒക്കെ ധരിച്ച് നിൽക്കുന്നതാണ് വീഡിയോകൾ പ്രചരിക്കുന്നത്. എന്നിരുന്നാലും ഇതൊരു യഥാർത്ഥ വിവാഹമാണെന്ന് അവർ നിഷേധിക്കുന്നു. കൂടാതെ ഈ പ്രവൃത്തി ആന്തരിക ഉപയോഗത്തിനുള്ള ഒരു അക്കാദമിക് വ്യായാമത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. സംഭവം എന്തായാലും വൈറലായതോടെ അന്വേഷണത്തിനായി ഉത്തരവിട്ടിരിക്കുകയാണ് കോളേജ് അധികൃതർ. ക്ലാസ്സിൽ ഒരു ടീച്ചർ വിദ്യാർത്ഥിയോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ നടന്നിരിക്കുന്നത്. അന്വേഷണത്തിന് അധികൃതർ 3 അംഗ പാനലിന് രൂപം നൽകിയിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൃത്യമായ അന്വേഷണമില്ലാതെ കർശന നടപടിയെടുക്കാനാകില്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഒരാൾ വിദ്യാർത്ഥി ഹൽദി പുരട്ടുന്നതായി കാണിക്കുന്നു. ഹിന്ദു വിവാഹ ആചാരപ്രകാരം മറ്റൊന്നിൽ ഇരുവരും മാലകൾ കൈമാറുന്നതും പവിത്രമായ അഗ്നിയെ സൂചിപ്പിക്കുന്ന മെഴുകുതിരിക്ക് ചുറ്റും 7 ചുവടുകൾ വെക്കുന്നതും കാണാം. അതായത് വർഷങ്ങളായി മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന മിസ് ബാനർജി തന്റെ ക്ലാസ്സിലെ ആശയങ്ങൾ വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഡ്രാമയുടെ ഭാഗമായിരുന്നു ഈ അഭിനയമെന്നും ചിലർ അവകാശപ്പെടുന്നു. തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ഇത്തരത്തിൽ വീഡിയോ ചോർത്തിയതെന്നും സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതെന്നുമുള്ള ആരോപണവും ഇതിനിടെ ഉയരുകയാണ്. വിവാഹം എന്നത് വളരെ പവിത്രമായ ഒന്നാണ്. വിവാഹത്തിലൂടെ 2 മനുഷ്യർ ഒന്നാവുകയും അവർ ഒന്നിച്ച് ജീവിച്ച് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നോട്ടുള്ള യാത്രയിൽ പങ്കുചേരുകയും തങ്ങളുടേതായ സംഭാവന നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ചില അവസരങ്ങളിൽ എല്ലാം പലർക്കും വിവാഹ ജീവിതം ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യാറുണ്ട്. വിവാഹം നിരന്തരമായ സന്തോഷം പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് അനാരോഗ്യകരമായ ഒരു പ്രതീക്ഷയാണ്. വാസ്തവത്തിൽ എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ വെല്ലുവിളികൾ ഉണ്ടാകുന്നതും സാധാരണമായിരിക്കും. ഹണിമൂൺ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന തീവ്രമായ പ്രണയവികാരങ്ങൾ അനിശ്ചിതമായി നിലനിൽക്കില്ല എന്നത് മനസ്സിലാക്കണം. കാലത്തിനനുസരിച്ച് സ്നേഹത്തിന്റെ സ്വഭാവം പോലും മാറും. എല്ലാം തികഞ്ഞ ആളായിരിക്കണം തന്റെ പങ്കാളി എന്നതും പ്രതീക്ഷിക്കരുത്. പങ്കാളി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഉപേക്ഷിക്കുക. ആരും പൂർണ്ണരല്ല. നിങ്ങളുടെ പങ്കാളി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മുൻഗണനകൾക്കനുസൃതമായി എപ്പോഴും അവർ പെരുമാറണം എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല. എന്തായാലും ഇത്തരത്തിലൊരു വിവാഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തന്നെ 3 അംഗ സമിതിയും നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും വിവാഹിതരായ ദമ്പതികൾക്ക് ആശംസകൾ നേരുകയാണ് സോഷ്യൽ മീഡിയയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.